ഹലോ ഗായ്സ്, വെൽക്കം ടു പാച്ചൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് പറഞ്ഞാൽ വേറെ എവിടെയും കാണാൻ പറ്റാത്തൊരു പ്രത്യേകതര ആചാരം ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. അപ്പോൾ കസിൻ്റെ കല്യാണം കഴിഞ്ഞ വ്ലോഗ് കണ്ടില്ലേ? സോ അന്ന് മിഡ് നൈറ്റ് നടക്കേണ്ട പരിപാടിയാണ്. പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം കുറച്ചധികം ലേറ്റായി. സോ നിങ്ങൾ പോയി കണ്ടു നോക്ക് കേട്ടോ. നമ്മൾ ബ്ലൂ കളർ ഡ്രസ് ഇട്ട് എങ്ങോട്ടാ പോന്നേ? ഇത് നമ്മുടെ വിജയം. ഒരു 11:30 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇതൊക്കെ എൻ്റെ കസിൻസൊക്കെ കൂടിയിട്ടുള്ള പരിപാടിയാണ് ഇന്നത്തെ പരിപാടി എന്നൊക്കെ പറയുന്നത്. സോ പിന്നെ നമ്മുടെ ഫിദാൻ്റെ വൺ മാൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടപ്പാതിരാക്കി ഇങ്ങനെ പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിട്ട് പോവുക, അത് വേറെ തന്നെ ഒരു വൈബാണ്. കാണുന്നവർക്ക് പ്രാന്താണെന്നൊക്കെ തോന്നും. ശരിക്കും പറഞ്ഞാൽ സ്പോട്ട് എത്തിയ കാര്യം പോലും നമ്മളാരും അറിഞ്ഞില്ല. അത്മാതിരി അർമാദിക്കലായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇന്നത്തെ പോക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? അതെ ഗൈസ്, ഇത് നമ്മുടെ ഫൈസാളെ ഒരു മിനിറ്റ് നോക്കൂ. അളയാന്റെ ചെലവാണ് ഗൈസ്. അളയാക്ക് ഒരു പിഷ്കൂല എന്ത് വേണമെങ്കിൽ ഓർഡർ ചെയ്തോ പറഞ്ഞു. പാത്തുവിന്റെ മൂടി ഇപ്പളേ ഔട്ടായി. ഓണാവ് പാത്തു, നമുക്ക് പൊളിക്കണ്ടേ? എല്ലാരും സെറ്റ് അല്ലേ? വയറുള്ള സെറ്റ് അല്ലേ? അടിച്ചു രണ്ടര 3 4 5 6 7 8 9 10 12. അപ്പോൾ ഇത് രണ്ടാളുടെ പാർട്ടിയാണ്. 2 കസിൻസിന് കല്യാണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ലേറ്റസ്റ്റ് കപ്പിൾ. ഇവരുടേതും പ്ലസ് മറ്റാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവരുടേതും ആയിട്ടുള്ള പാർട്ടിയാണ്. സോ അതിനിടയിൽ വീണ്ടും ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കാണുന്ന ഞാനാണ് ഞാൻ. നിങ്ങളെന്നെ കണ്ടില്ല എന്ന് ഇനി ആരും പറയണ്ട. സോ ഇതാണ് എൻ്റെ കസിൻസൊക്കെയാണ്. നമ്മളെല്ലാവരും ഓരോരാൾ ഓരോരോ തിരക്കിലാണ്. അപ്പോഴേക്കും നമ്മൾ മറ്റ് ആൾക്കാരൊക്കെ വന്നു. സോ നമ്മൾ 3 കാറിലാണ് ആൾക്കാരുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് എത്തി, ബാക്കിയുള്ളവർ ഇപ്പോൾ എത്തുന്നതാണ്. സോ അവരുടെ എൻട്രിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിക്കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അതായത് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഫുഡ് അടി ആണല്ലോ. സോ അങ്ങനെ ഫുഡ് അടിക്കാനുള്ള ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ ഓരോരാൾ ഓരോരു സജഷൻ കാര്യങ്ങൾ എന്തൊക്കെ വാങ്ങണം എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും എന്തൊക്കെ ഓർഡർ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനാണ്. പിന്നെ ഓരോരാൾക്ക് ഓരോരു പ്രാന്തം ഇടയ്ക്ക് കൂടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓർഡർ ചെയ്തിരിക്കുന്നതാണ്. ഇവരാണ് നമ്മുടെ ഇന്നത്തെ സ്പോൺസേഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ 2 കപ്പിൾസ്. ഇവരാണ് ഇന്നത്തെ സ്പോൺസേഴ്സ്. ഇടയിൽ നമ്മുടെ സോയിൽത്താൻ ഇങ്ങനെ ട്രോളുന്നുണ്ട്. സോയിൽത്താ പഠിച്ചിട്ട് എഴുതാൻ ഇതെന്താ പരീക്ഷയാണോ? അങ്ങനെ പിന്നെ കട്ട വെയിറ്റിംഗ് ആണ്. ഈ വെയിറ്റിംഗ് ആയിരിക്കുന്ന സമയത്തും അപ്പുറം ഇപ്പുറം ട്രോളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോരാളും ഓരോന്ന് പറഞ്ഞിട്ട് ട്രോൾ ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ ഓർഡർ ചെയ്ത് കായൽ കിട്ടുന്നതും കിട്ടാത്തതുമായ ഒരുപാട് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും പുതിയ പുതിയ രുചികളൊക്കെ നമ്മൾ അറിയണമല്ലോ, പുതിയ പുതിയ ടേസ്റ്റൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നത് ഭയങ്കര വൈബാണ്. ശരിക്കും നമ്മുടെ മെയിൻ ആൾ ഇതിലില്ല, എൻ്റെ മെയിൻ കസിനാണ്. അപ്പം ആളില്ലാത്തൊരു ഫീല് മിസ്സിങ് ഉണ്ടായിരുന്നു. കാരണം ആളും കൂടി ഉണ്ടാകുമ്പോഴാണ് ശരിക്കും നമ്മുടെ കസിൻസ് ഗ്രൂപ്പ് ഫില്ലാവുന്നത്. സോ അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടെങ്കിലും സാരമില്ല. ഞങ്ങൾ ഈ കഴിക്കുമ്പോൾ ഓരോ ബൈറ്റ്സ് എടുക്കുമ്പോൾ ആളെ ഓർത്തോണ്ടാണ് കഴിച്ചെന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ അറിയിക്കുന്നുണ്ട് കേട്ടോ. സോ ആളില്ലാത്ത ഭയങ്കര മിസ്സിങ് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു കുറവൊക്കെ ഒഴിച്ച് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഒന്നല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വക രാത്രി മിഡ് നൈറ്റ് ഇങ്ങനെ പാർട്ടി തരണം. അത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു ആചാരം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഇത് ആചാരമൊന്നുമല്ല കേട്ടോ. നമ്മളങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാക്കിയെടുത്തതാണ്. രാത്രി ഒരുപാട് പണി കൊടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പണി, അതായത് അവരെ കൊണ്ട് ചിലവ് ചെയ്യിപ്പിക്കുക എന്നൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. സോ ആ പരിപാടിയാണ് ഈ പരിപാടി. അങ്ങനെ ഓരോ സാധനം നമ്മൾ ഭയങ്കര ആസ്വദിച്ച് മിഡ് നൈറ്റ് ഇങ്ങനെ ഫുഡൊക്കെ അടിക്കാൻ കഴിയുമോ ചോദിച്ചാൽ അടിക്കാനൊക്കെ പറ്റും കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാനായിട്ടാണ് ചിലവർ, അതായത് എല്ലാവരുടെ കാര്യമല്ല, ചിലവരിങ്ങനെ ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. സോ അറ്റാക്കിങ് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തേലും പറയാനുണ്ടോ? അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ പാർട്ടീനെ കാണുന്നില്ല. അവർ ചെറിയൊരു പ്രാങ്ക് നമുക്ക് തന്നതാണ്. എല്ലാവരും വാഷ്റൂമിൽ പോകുന്നു പറഞ്ഞ് പോയിട്ട് പിന്നെ ഞങ്ങൾ തപ്പി ഇറങ്ങിയതാണ്. അവരെ പിന്നെ കാണുന്നുണ്ടായില്ല. അപ്പോഴത്തേക്കും അവർ കാറെടുത്ത് ജസ്റ്റ് ഞങ്ങളൊന്ന് പ്രാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എവിടെയോ പോയതായിരുന്നു. 12 മണിയായി ഗൈസ്.
അവരെ കാണുന്നില്ല ഗൈസ്. പക്ഷെ വൈകാതെ തന്നെ അവരെ കണ്ടപ്പോഴാണ് ശരിക്കും വീണ ശ്വാസം വിട്ടത്. അവരുടെ ചിലവായതുകൊണ്ട് സകലതും കണ്ടമാനം ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെ കണ്ടപ്പോഴാണ് കേട്ടോ ശ്വാസം നേരെ വീണത്. പിന്നീട് നമ്മുടെ ബില്ല് കൈമാറൽ ചടങ്ങായിരുന്നു. അത് ഞാൻ തന്നെ കൊടുത്ത് ഉദ്ഘാടനം അങ്ങ് കഴിച്ചു. ബില്ല് കൈമാറുന്നു. നിക്കൂ രണ്ടാളും നിക്കൂ. എന്താണ് പറയാനുള്ളത്? ഹാപ്പി അല്ലേ ഫൈസളെ? ഹാപ്പി അല്ലേ അബ്ദുളെ? ഹാപ്പി അല്ലേ ആയിഷത്ത? ഹാപ്പി അല്ലേ? പൊട്ടിച്ചു. ഒക്കെ കൂടെ കഴിഞ്ഞപ്പം എല്ലാവരും ഹാപ്പിയാണെന്ന് അറിഞ്ഞു. അപ്പം എല്ലാവരും ഹാപ്പിയായ സ്ഥിതിക്ക് നമ്മളും ഹാപ്പിയാണല്ലോ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് മാത്രം കാണുക. ഓക്കെ, ബൈ.